നമസ്കാരം. ബി.ജെ.പിയുടെ ആറാമത്തെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. 1996, 98, 99, 2014, 2019 ഇപ്പോൾ ആറാമത്തെ തവണയും 2024 ബി.ജെ.പിയുടെ കഴിഞ്ഞ 73 വർഷത്തെ രാഷ്ട്രീയം, ബി.ജെ.പിയുടെ തുടക്കം എവിടെ നിന്നാണ്? ഇതൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയമായിരിക്കും. 1951 ഹിന്ദു മഹാസഭ പിരിച്ചുവിട്ടപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി എന്ന ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകൻ ഭാരതീയ ജനസംഘ് എന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നു. ഭാരതീയ ജനസംഘത്തിന്റെ പ്രവർത്തനം രാജ്യവ്യാപകമായി പ്രചരിച്ചുവെങ്കിലും അവർക്ക് അധികാരത്തിൽ എത്തുവാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്നാൽ 1975 വിവിധ ചെറുകിട രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ജനതാ പാർട്ടിക്ക് രൂപം നൽകി. 1977 ജനതാ പാർട്ടി അധികാരം പിടിക്കുകയും ചെയ്തു. പക്ഷേ 1980 ജനതാ പാർട്ടി പിരിച്ചുവിട്ടു. അങ്ങനെ 1980 ജനതാ പാർട്ടി പിരിച്ചുവിട്ടതിനെ തുടർന്ന് രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടി അഥവാ ബി.ജെ.പി. 1980 ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിക്കുകയും 1984 നടന്ന ജനറൽ ഇലക്ഷനിൽ 2 സീറ്റോടുകൂടി ഭാരതീയ ജനതാ പാർട്ടി തങ്ങളുടെ സാന്നിധ്യം ഇന്ത്യൻ പാർലമെന്റിൽ ഉറപ്പിക്കുകയും ചെയ്തു. 1984 ബി.ജെ.പിയുടെ 2 എം.പിമാർ ലോക്സഭയിൽ എത്തിയെങ്കിലും തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ബി.ജെ.പിക്ക് ആയിരുന്നില്ല. RSSന്റെ പൂർണ്ണ സപ്പോർട്ട് ബി.ജെ.പിക്ക് ലഭിച്ചിരുന്നു എങ്കിൽ തന്നെയും തങ്ങളുടെ പ്രവർത്തന മേഖല വ്യാപിപ്പിക്കുന്നതിൽ ബി.ജെ.പി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 1990 ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായ എൽ.കെ. അദ്വാനി രഥയാത്ര പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ബി.ജെ.പിയുടെ ജൈത്രയാത്ര ആരംഭിക്കുന്നത്. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ വി.പി. സിംഗിന്റെ നിർദ്ദേശപ്രകാരം 1990 എൽ.കെ. അദ്വാനി ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച രഥയാത്ര ഉത്തർപ്രദേശിന്റെയും ബീഹാറിന്റെയും അതിർത്തിയിൽ വെച്ച് അന്നത്തെ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ലാലു പ്രസാദ് യാദവിന്റെ നിർദ്ദേശപ്രകാരം എൽ.കെ. അദ്വാനിയെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആ രഥയാത്ര അവിടെ നിർത്തിവെക്കപ്പെടുകയും ചെയ്തു. തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അത് ബി.ജെ.പിയുടെ കുതിപ്പിന് ആക്കം കൂട്ടുന്നതായിരുന്നു. 1996 നടന്ന ജനറൽ ഇലക്ഷനിൽ ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുകയും ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഗവൺമെന്റിന് 13 ദിവസത്തെ ആയുസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. 1998 വീണ്ടും ശ്രീ അടൽ ബിഹാരി വാജ്പേയി NDA എന്ന ഒരു രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കി ഗവൺമെന്റ് രൂപീകരിക്കുകയും തുടർന്ന് 1999 ജനറൽ ഇലക്ഷനിൽ അദ്ദേഹം വീണ്ടും അധികാരത്തിൽ എത്തുകയും ചെയ്തു. 1999 മുതൽ 2004 വരെയുള്ള വാജ്പേയിയുടെ ഭരണം വളരെ മികച്ചതായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഷൈനിങ് ഇന്ത്യ എന്ന പരസ്യവാചകത്തോടുകൂടി 2004 വീണ്ടും അധികാരത്തിൽ എത്താമെന്ന് വാജ്പേയി ചിന്തിച്ചിരുന്നു. എന്നാൽ 2004 കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുകയാണ് ചെയ്തത്. മറ്റ് പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയോടുകൂടി UPA ഗവൺമെന്റാണ് 2004 നിലവിൽ വന്നത്. 1999 മുതൽ 2004 വരെയുള്ള വാജ്പേയി സർക്കാരിന്റെ ഭരണത്തിന് ഇടയിലാണ് ഗുജറാത്തിലെ ഗോദ്രയിൽ വെച്ച് അയോധ്യ സന്ദർശിച്ചു മടങ്ങുന്ന ഹിന്ദു വിശ്വാസികൾ ട്രെയിനിൽ വെച്ച് ട്രെയിൻ കത്തി എരിഞ്ഞ് മരണപ്പെടുന്നത്. അതേ തുടർന്ന് 2002 ഗുജറാത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയും അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായിരുന്ന നരേന്ദ്രമോദി എന്ന നേതാവ് ദേശീയ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത്. വികസനത്തിന്റെ നായകൻ, മോദി മാതൃക, ഇതൊക്കെ രാജ്യം എമ്പാടും ചർച്ച ചെയ്തു. ഗുജറാത്തിന്റെ വികസനം ഇന്ത്യയുടെ വികസനത്തിന്റെ മാതൃകയാക്കണം എന്നുവരെ മാധ്യമങ്ങൾ പറഞ്ഞു തുടങ്ങി. അങ്ങനെ 2004 മുതൽ 2014 വരെയുള്ള UPA സർക്കാരിന്റെ ഭരണം അവസാനിപ്പിക്കുവാൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന ഒരു കരുത്തനായ നേതാവിനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ബി.ജെ.പി ഉയർത്തിക്കൊണ്ടുവരുന്നു. എൽ.കെ. അദ്വാനിയെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിക്കുകയും 2014 ഇന്ത്യയുടെ ഭരണം ബി.ജെ.പി വീണ്ടും തിരിച്ചുപിടിക്കുകയും ചെയ്തു.
2014-ലും 2019-ലും ഇപ്പോൾ ഇതാ 2024-ലും BJP പുതിയ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നു. നരേന്ദ്ര ദാമോദരദാസ് മോദി എന്ന കരുത്തനായ നേതാവ് വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നു. അദ്ദേഹത്തോടൊപ്പം ഗുജറാത്ത് ആഭ്യന്തര മന്ത്രിയായിരുന്ന ശ്രീ അമിത്ഷാ മോദിയുടെ സന്തത സഹചാരിയായിരുന്നു. അതോടൊപ്പം തന്നെ രാമനും ലക്ഷ്മണനും എന്നാണ് ഇവരെ ഇന്ത്യൻ രാഷ്ട്രീയം വിളിച്ചിരുന്നത്. ഏതായാലും ശ്രീ അമിത്ഷാ BJPയുടെ തലപ്പത്ത് എത്തിയതോടുകൂടി, അധ്യക്ഷൻ ആയതോടുകൂടി BJP വിവിധ സംസ്ഥാനങ്ങൾ പിടിച്ചെടുത്തു എന്ന വസ്തുതയും നമ്മൾ മറന്നുപോകരുത്. ഏതായാലും വീണ്ടും 2024-ൽ പുതിയ ഒരു മോദി മന്ത്രിസഭ വരുമ്പോൾ അവിടെ 2014-ലും 2019-ലും ഏകപക്ഷീയമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് BJP സർക്കാർ രൂപീകരിച്ചതെങ്കിൽ 2024-ൽ മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് BJP സർക്കാർ രൂപീകരിക്കുന്നത് എന്ന വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും 2024-ൽ 1980-ൽ തുടങ്ങി ഈ 2024-ൽ BJP എത്തി നിൽക്കുമ്പോൾ BJPയുടെ വളർച്ച ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ.